വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 6:27 മുതൽ 36 വരെ. യേശു അരുളി ചെയ്തു, കേൾവിക്കാരായ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചുവട്ടത്തെ അടിക്കുന്നവന് മറ്റേ ചുവട്ടും കാണിച്ചു കൊടുക്കുവിൻ. പുറങ്കുപ്പായം എടുക്കുന്നവന് അകപ്പായം കൂടി വിട്ട് കൊടുക്കുവാൻ മടിക്കരുത്. ചോദിക്കുന്ന എല്ലാവർക്കും കൊടുക്കുക. നിങ്ങളുടെ വസ്തുവകൾ അവരിച്ചവനോട് തിരികെ ചോദിക്കുകയും വരുത്. മനുഷ്യർ നിങ്ങളോട് എപ്രകാരം ചെയ്യണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അപ്രകാരം തന്നെ അവരോടും ചെയ്യുവീൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളും സ്നേഹിച്ചാൽ നിങ്ങളുടെ മേന്മയെന്ത്? പാപികൾ പോലും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു. തിരികെ കിട്ടുമെന്ന് കരുതി വായ്പ കൊടുക്കുന്ന എങ്കിൽ നിങ്ങൾക്ക് എന്ത് മേന്മ? പാപികൾ പോലും തിരികെ കിട്ടുമെന്ന് കരുതി പാപികൾക്ക് വായ്പ കൊടുക്കുന്നു. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, വായ്പ കൊടുക്കുവീൻ, ആരെയും നിരാശപ്പെടുത്തരുത്. നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ദുഷ്ടന്മാരോടും നീതിമാന്മാരോടും കരുണ കാണിക്കുന്ന അത്യുന്നതന്റെ മക്കളായി നിങ്ങൾ തീരും. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവരാകുകയും. വലിയ നോമ്പിന് 2-ാം തിങ്കളാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട ഈ വേദഭാഗത്തോട് ചേർത്ത് വായിക്കേണ്ട അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്നും കൂടെ നമ്മളിവർ ചേർന്ന് ചിന്തിക്കുന്നു. 1 തീമോഥെയോസ് 2:1 മുതൽ 15 വരെ ഇന്ന് വായിക്കേണ്ട വേറൊരു വേദഭാഗമാണ്. ഈ 2 വേദഭാഗങ്ങൾ തമ്മിൽ ഇണചേർത്ത് ചിന്തിക്കുമ്പോൾ കിട്ടുന്നതായ അനുഗ്രഹകരമായ ചിന്തകളുണ്ട്. അതെന്താണെന്ന് കാണുവാൻ നമ്മളതോട് വായിക്കുകയാണ്. 1 തീമോഥെയോസ് 2-ാം അധ്യായം. ഒന്നാമതായി, സകല മനുഷ്യർക്ക് വേണ്ടി അപേക്ഷയും പ്രാർത്ഥനയും മധ്യസ്ഥതയും സ്തോത്രവും അർപ്പിക്കണമെന്ന് ഞാൻ നിന്നെ പ്രബോധിപ്പിക്കുന്നു. നാം ദൈവഭയത്തിലും സത്യസന്ധതയിലും ശാന്തതയും സാവധാനമുള്ള ജീവിതം നയിക്കേണ്ടതിന് രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും വേണ്ടി തന്നെ അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും സ്വീകാര്യവുമാകുന്നു. അവൻ സകല മനുഷ്യനും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരുവാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവത്തിന് മനുഷ്യർക്കിടയിൽ മധ്യസ്ഥനും ഒരുവനത്രേ, മനുഷ്യനായി തീർന്ന ക്രിസ്തു യേശു തന്നെ. തക്ക സമയത്തെ സാക്ഷ്യം ആകേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മറുവിലയായി കൊടുത്തു. ഇതിനായി പ്രസംഗകനും അപ്പോസ്തലനുമായി എന്നെ നിയമിച്ചിരിക്കുന്നു. ഞാൻ വ്യാജമല്ല, സത്യമാണ് പറയുന്നത്. വിശ്വാസത്തിലും സത്യത്തിലും ജാതികളെ ഉപദേശിക്കേണ്ടതിന് തന്നെ. ആകയാൽ പുരുഷന്മാർ കോപവും കലഹവും വിട്ടകന്ന് എല്ലായിടത്തും വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം തന്നെ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച ലജ്ജാശീലത്തോടും സമചിത്തതയോടും ഞങ്ങളെ അലങ്കരിക്കണം. പിന്നെ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നുകൊണ്ടല്ല, പിന്നെ ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് അനുയോജ്യമായ സൽപ്രവൃത്തികൾ കൊണ്ടത്രേ. സ്ത്രീ നിശബ്ദമായും പൂർണ്ണ വിധേയത്വത്തോടും കൂടെ പഠിക്കട്ടെ. നിശബ്ദമായിരിക്കുവാനല്ലാതെ ഉപദേശിക്കുവാനോ പുരുഷന്മാരുടെ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. എന്നാൽ ആദാം ആദ്യം സൃഷ്ടിക്കപ്പെട്ടു, പിന്നെ ഹവ്വായും. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട ലംഘനത്തിലാകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും സമചിത്തതയോടെ നിലനിന്നാൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കും. നോമ്പിൻ്റെ 2-ാം വാരത്തിൽ ഈ തിങ്കളാഴ്ച ദിവസം ഈ വായിച്ച തിരുവചനങ്ങൾ നമുക്ക് പ്രചോദനം നൽകട്ടെ. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഈ തിരുവചനങ്ങൾ നമ്മളെ സദ്ഗുണപൂർണ്ണരാക്കുവാൻ എങ്ങനെ സഹായിക്കുന്നു? നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരാകുവീനെന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്കോസ് 6:36 വാക്യം അവസാനിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് 1 തീമോഥെയോസ് 2-ാം അധ്യായം നമ്മളുടെ ഈ സൽഗുണപൂർണനായ
കരുണയുള്ളവനായ പിതാവിൻ്റെ കരുണയിലും ആ ആത്മാവിലും നമ്മൾ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അനേകർക്ക് എത്തിച്ചു കൊടുക്കുന്ന പാത്രങ്ങളായി തീരണം എന്നാഗ്രഹിക്കുന്നതായി നമ്മളിവിടെ കാണുന്നു. നമ്മുടെ നോമ്പിലൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാകാൻ വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു. അബ്രഹാം വിശ്വാസിയായി കർത്താവിൻ്റെ സ്നേഹിതനായി തീർന്നു കഴിഞ്ഞപ്പോൾ സോദോം ഗൊമോറയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും ദൈവത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വ്യവസ്ഥകൾ പോലും പാലിക്കുവാൻ ആ നാട്ടുകാർക്ക് കഴിയാഞ്ഞതുകൊണ്ട്, അവിടെ 10 നീതിമാന്മാരെ പോലും കാണാൻ കഴിയാഞ്ഞതുകൊണ്ട് ആ ദേശം അഗ്നിക്കിരയായി നശിച്ചു പോയെന്ന് നമുക്കറിയാം. നമ്മളും നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്ന് ഈ നോമ്പ് 2-ാം വാരത്തിൽ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ വിശ്വാസികളായാൽ, ദൈവമക്കളായാൽ, ആത്മാവിലായാൽ നമുക്ക് അനേകരുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥത നിന്ന്, ഇടനില നിന്ന് ദൈവകോപം മാറ്റാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ടെന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു. നമ്മുടെ നോമ്പിലൂടെ ഇന്ന് നമുക്ക് ആർക്ക് വേണ്ടിയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്? 1 തീമോഥെയോസ് 2-ന്റെ 1-ാം വാക്യത്തിൽ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. സകല മനുഷ്യർക്ക് വേണ്ടിയും അപേക്ഷയും പ്രാർത്ഥനയും മധ്യസ്ഥതയും സ്തോത്രവും അർപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതിന് കാരണം എന്താണ്? നാം ദൈവഭയത്തിലും സത്യസന്ധതയിലും ശാന്തതയും സാവധാനതയുള്ള ജീവിതം നയിക്കേണ്ടതിന് രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും വേണ്ടി തന്നെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ശാന്തതയും സാവധാനതയുള്ള ജീവിതം പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടിയെടുത്ത് മറ്റുള്ളവരുമായി പങ്കിടാൻ സാധിക്കുമെന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. ദൈവഭയം, സത്യസന്ധത, ശാന്തത, സമാധാനം, ഇങ്ങനെയുള്ള ജീവിതം എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന് സ്നേഹം നല്ലതും സ്വീകാര്യവുമാകുന്നു. അവൻ സകല മനുഷ്യന് രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരുവാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ നോമ്പുകൊണ്ട് ആ ലാക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ടോ? രക്ഷ പ്രാപിക്കുക, നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രാണൻ രക്ഷപ്പെടുക, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരുക എന്ന ലാഭോടെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ, കഴിഞ്ഞ മാസത്തേക്കാൾ, കഴിഞ്ഞ ദിവസത്തേക്കാൾ ഈ ദിവസം നമ്മുടെ പരിജ്ഞാനം കുറേ കൂടെ വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ ഈ വായനയും പ്രാർത്ഥനയും കൂടി ഒരു മുഖാന്തരമാകുന്നുണ്ടോ? മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നടത്തണമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ മധ്യസ്ഥത നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്നും പറയുന്നു. 5-ാം വാക്യത്തിൽ ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥനും ഒരുവനത്ര, മനുഷ്യനായി തീർന്ന ക്രിസ്തു തന്നെ, യേശു തന്നെ. അപ്പം ദൈവത്തിനും പിതാവായ ദൈവം തമ്പുരാനും മനുഷ്യർക്കും ഇടയിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച് മനുഷ്യനായി തീർന്ന യേശുവാണ് ഏക മധ്യസ്ഥൻ. പക്ഷേ ആ ഏക മധ്യസ്ഥൻ്റെ അടുത്തേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ കൊച്ചു മധ്യസ്ഥരാകാൻ സാധിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏക മധ്യസ്ഥനിലേക്ക് നമ്മളെ ആനയിക്കുവാൻ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത, വിശ്വാസികളുടെ മധ്യസ്ഥത, പ്രാർത്ഥിക്കുന്നവരുടെ മധ്യസ്ഥത ആവശ്യമാണെന്നും പറയുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ യേശുവിൻ്റെ മധ്യസ്ഥതയിലൂടെയാണ് പിതാവിലേക്ക് എത്തുന്നത്. പിതാവിൽ നിന്ന് മനുഷ്യരിലേക്ക് ഒഴുകുന്ന അനുഗ്രഹം പുത്രനിലൂടെയാണ്, പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് എത്തുന്നതെന്നും പറയുന്നു. ഇതിൻ്റെ ഇടയിൽ നമുക്കും നമ്മുടെ വേല ചെയ്യാൻ ഒരു ഡ്യൂട്ടിയുണ്ട്, ഒരു ചുമതലയുണ്ടെന്നുള്ള കാര്യവും പിതാവ് ഓർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ മധ്യസ്ഥ പ്രാർത്ഥന പഠിപ്പിക്കുന്നു. നമ്മളെയും അവിടുത്തെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി സാവധാനതയും ശാന്തതയുള്ള
ജീവിതം ഉണ്ടാകുമ്പോൾ അത് അടുത്ത തലമുറയിലേക്ക് ഒഴുകിച്ചൊല്ലുമെന്നുള്ള കാര്യവും പ്രത്യാശ നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ തലമുറയിൽ നിന്ന് വരുന്ന ശാപങ്ങൾ തീർത്തിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരും സൽഗുണപൂർണരുമായിട്ട് സൽഗുണപൂർണരായ അടുത്ത തലമുറയെ വളർത്തിയെടുക്കുവാനുള്ള വലിയ ഭാഗ്യവും മാതാപിതാക്കൾക്ക് ലഭിക്കുമെന്നിവിടെ സൂചിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 1000 തലമുറയ്ക്ക് വരെ അനുഗ്രഹം കൊടുക്കുന്നവരാകാൻ നമ്മൾ ദൈവവചനം അനുസരിക്കുന്നവരാണെന്ന് പറയുന്നു. ദൈവവചനം തള്ളിക്കളയുന്നവരാണെങ്കിൽ അത് 4 or 5 തലമുറ വരെ ശാപം വരുത്താനിടയാണെന്നുള്ള കാര്യം നമ്മൾ ഓർപ്പിക്കുന്നു. അപ്പോൾ 1 തീമോഥെയോസ് 2-ാം അധ്യായവും ലൂക്കോസ് 6:27 മുതൽ 36 വരെയുള്ള ഭാഗങ്ങൾ ഗണതയാർത്ഥി ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ തലമുറയിൽ നിന്ന് വന്ന ശാപങ്ങൾ തീർക്കുകയും അടുത്ത തലമുറയിലേക്ക് അനുഗ്രഹം പോവുകയും ചെയ്യാൻ നമ്മൾ മാത്രമായിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് രക്ഷയുടെ അനുഭവം പൂർണ്ണതയിലെത്തിക്കുവാൻ അത് അടുത്ത തലമുറയിലേക്ക് അനുഗ്രഹം കൊടുക്കുന്ന പാത്രങ്ങളായി നമ്മളെ മാറ്റണമെന്ന് ഓർപ്പിക്കുന്നു. ശാപം ഹവ്വയിലൂടെ കയറി വന്നു. അത് ആദാമിലൂടെ ഹവ്വയിലൂടെ മനുഷ്യജാതിയെ മുഴുവൻ ഭരിച്ചു. എന്നാൽ ഒടുക്കത്തെ ആദാം ആയി വിശേഷിപ്പിക്കപ്പെട്ട യേശുവിൻ്റെ അമ്മയായ മാതാവിലൂടെ അനുഗ്രഹവും മധ്യസ്ഥതയും അനുഗ്രഹങ്ങളിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ നല്ല മാതൃകയിൽ 1 തീമോഥെയോസ് 2:15 വചനപ്രകാരം വിശ്വാസവും സ്നേഹവും വിശുദ്ധിയും സമചിത്തതയുമൊക്കെ 100% ആർജിച്ചു കഴിയുമ്പോൾ അത് മക്കളിലേക്ക് രക്ഷയുടെ അനുഭവത്തിച്ച് കുടുംബം മുഴുവൻ രക്ഷപ്പെടുന്ന രംഗമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. അങ്ങനെ കുടുംബജീവിതത്തിൽ മക്കളിലൂടെ മാതാപിതാക്കൾ രക്ഷപ്പെടുവാൻ ഈ നോമ്പിലെ 2-ാം വാരത്തിലെ തിങ്കളാഴ്ചത്തെ വേദവചനങ്ങളും ഉതകുന്നുണ്ടോ എന്ന് സ്വയപരിശോധന നമ്മൾ ചെയ്യുകയാണ്. ഈ തിരുവചനങ്ങൾ സ്വയപരിശോധന ചെയ്യുമ്പോൾ നമുക്ക് കുറ്റബോധം നൽകുന്നുണ്ട്. പൗലോസ് തീമോഥെയോസിനെ പഠിപ്പിച്ചതായ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ശരിക്കും പഠിച്ചിട്ടില്ല. വിശുദ്ധ കുർബാന തന്നെ ഒരു സമ്പൂർണ്ണ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതും നമുക്ക് അനുഗ്രഹകരമായി ചെയ്യുവാൻ കഴിയാതെ ശിക്ഷാവധിക്കും പ്രതികാരത്തിനുമായി ചിലപ്പോൾ തീരാറുണ്ട്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ ഓർത്തഡോക്സ് സഭയിൽ കുർബാന വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. കുർബാനയിലൂടെ രോഗമോ ക്ഷീണമോ മരണമോ ശാപമോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഉപവസിച്ച് കുമ്പിട്ട് പ്രാർത്ഥിച്ച് ശാപങ്ങൾ വരുന്ന വഴി അടച്ചിട്ട് അനുഗ്രഹം വരുന്ന വഴി തുറന്നിട്ട് അടുത്ത തലമുറയിലേക്ക് അത് കൈമാറുവാൻ നമ്മുടെ ഈ വർഷത്തെ ഈ ആഴ്ചത്തെ നോമ്പ് ഉപവാസവും പ്രാർത്ഥനയും ഉതകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഈ വർഷവും ഈ നോമ്പിൽ 2-ാം വാരത്തിൽ ഈ വേദഭാഗങ്ങൾ വായിക്കുവാനും സ്വയപരിശോധന ചെയ്യുവാൻ തന്ന ഈ ഭാഗ്യകരമായ അവസരത്തിനായി നന്ദി പറയുന്നു. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയവരെ ഓർക്കുന്നു. പലവിധ കാര്യങ്ങളുമായി ആശുപത്രികളിലും കോടതികളിലും പോലീസ് സ്റ്റേഷനിലുമായി മറ്റ് പല പ്രശ്നങ്ങളുമായി മല്ലിടുന്നവരെ ഓർക്കുന്നു. അവർക്ക് വേണ്ടി എല്ലാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നോമ്പെടുക്കുവാനോ പ്രാർത്ഥിക്കാനോ സാധിക്കാതെ വണ്ണം ജീവിത തിരക്കിൻ്റെ ഇടയിൽ ബന്ധപ്പെടുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. സാവധാനതയും ശാന്തതയും ഉള്ളതായ നല്ല ജീവിതം നയിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ അവകാശങ്ങളും തീർക്കുവാൻ ഏകമധ്യസ്ഥനായ യേശുവിലൂടെ ഞങ്ങളുടെ മഹത്വം ശക്തി സ്വർഗത്തിലെത്തിച്ചിട്ട് അത് സമാധാന ശക്തിയായി മടങ്ങി വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ മഴ വേണ്ടിയിടത്തേക്ക് അനുഗ്രഹത്തിൻ്റെ മേഘവുമായി കടന്നു ചെല്ലുവാൻ ദൈവം ഞങ്ങളെ സഹായിപ്പാൻ മേഘാരുടനായിട്ട് വരുന്നു എന്നുള്ള ആവർത്തന പുസ്തകത്തിലെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ദൈവം ഞങ്ങളെ സഹായിപ്പാൻ മേഘാരുടനായി വരുന്നതിന് ഞങ്ങളുടെ മഹത്വവും ശക്തിയും ഞങ്ങളുടെ ജീവനും ദൈവസ്നേഹാഗ്നിയിൽ ആവിയാക്കി മുകളിലേക്ക് വിട്ടാൽ മാലാഹമാർ ദൂതന്മാർ അതിനെ കാറ്റടിപ്പിച്ച് ആവശ്യമുള്ള ഇടത്തിലേക്ക് ആ മേഘം മാറ്റി അവിടെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കും എന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആ വലിയ സത്യം ഞങ്ങളെ പഠിപ്പിച്ച് ഞാൻ നന്ദി പറയുന്നു. ഇന്നിപ്പോൾ ഞങ്ങളിൽ നിന്ന് ദൈവസ്നേഹാഗ്നിയിൽ ജ്വലിച്ച് മുകളിലേക്ക് ഉയരുന്ന ഞങ്ങളുടെ ആവി പോലെയുള്ള ജീവൻ അത് പിതാവിൻ്റെ സന്നിധിയിൽ എത്തിയിട്ട് പിതാവ് അത്
അനേകർക്ക് അനുഗ്രഹത്തിന് വഴിവയ്ക്കാനുള്ള മേഘമാക്കി ആ മേഘത്തിൽ സഞ്ചരിച്ച് ആ മേഘാടനായി സഹായത്തിന് വരുന്ന ദൈവം ഇന്ന് സഹായം ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം എത്തിക്കുന്നതിന് മേഘവാഹനം പണിയുവാൻ, മേഘവാഹനം ഉണ്ടാക്കുവാൻ ഞങ്ങളുടെ ജീവനെയും ഞങ്ങളുടെ ആവിയെയും അവിടെ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. അങ്ങനെ അനേക വരണ്ട ഇടങ്ങളിലെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കുവാൻ ഞങ്ങളുടെ ആവിയെയും അവിടുന്ന് ഉപയോഗിക്കുന്ന അവിടുത്തെ വലിയ കരുണയോർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവൻ അല്പനേരത്തെ കാണുന്നു പിന്നെ മറഞ്ഞു പോകുന്ന ആവിയല്ലോ എന്ന് പറയുന്ന ആ വചനം ഓർത്തിട്ട് ഞങ്ങളുടെ ജീവൻ ആവി പോലെ പോയിക്കൊണ്ടിരിക്കുന്നത് പാപത്തിൽ കറുത്ത മേഘമായി ശാപത്തിൻ്റെ മഴ പെയ്യ്ക്കാതെ ഞങ്ങളുടെ ജീവനത്തിൻ്റെ ആവി അത് വെളുത്ത മേഘമായി അത് അനുഗ്രഹത്തിൻ്റെ മഴ പെയ്ച്ച് അനേകരെ സഹായിക്കാനുള്ള ദൈവത്തിൻ്റെ വാഹനമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.